ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായ എന്ന സീരിയലിൻ്റെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. ഭവാനി അന്വേഷിക്കുകയാണ് ഭവാനിയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ കുഞ്ഞിനെ, അതായത് അഭിരാമിയെ. അഭിരാമിയെ യഥാർത്ഥത്തിൽ മോഷ്ടിച്ചത് ഭവാനിയാണ്. കാരണം ഭവാനിയുടെ ഭർത്താവിനെ കൊന്നതിൻ്റെ പ്രതികാരത്തിൻ്റെ ഭാഗമായി അഭിരാമിയെ അവർക്ക് നഷ്ടപ്പെട്ടാൽ അവർ ആ ദുഃഖം മനസ്സിലാക്കൂ എന്നുള്ള ചിന്തയോടുകൂടി, പ്രതികാര ബുദ്ധിയോടുകൂടി അഭിരാമിയെ ഭവാനി മോഷ്ടിച്ച് അച്യുതൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അതും കൊന്നു കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു പാറയുടെ മുകളിലോ കാട്ടിലോ കൊണ്ടുപോയി തള്ളിക്കളയാനാണ് ഭവാനി അച്യുതന് നിർദ്ദേശം കൊടുക്കുന്നത്. പക്ഷേ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന അച്യുതൻ ആ കുഞ്ഞിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവളുടെ പേര് ഭൂമിജ എന്നാക്കി വളർത്തുകയാണ്. അവളാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭൂമിയായിട്ട് വളർന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അച്യുതനെ വീണ്ടും ഭവാനി കണ്ടു. അപ്പോൾ ഭവാനിക്ക് ഒരു സംശയം, താൻ അന്ന് കൊല്ലാൻ ഏൽപ്പിച്ച ആ പെൺകുട്ടി ഇപ്പോൾ അച്യുതൻ യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ കൊന്നിട്ടുണ്ടോ, അതോ ആ കുഞ്ഞ് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പിട്ടുണ്ടോ, ഭാവിയിൽ ഇനി അതെന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഭവാനി അന്വേഷിച്ച് നടക്കുകയാണ് അച്യുതനെ. ഇതേ സമയം സൗഭാഗ്യപുരം വീട്ടിൽ ഒരു വിശേഷാൽ പൂജ നടക്കുകയാണ്. ആ പൂജയ്ക്ക് നമ്മുടെ ഭൂമിക്കൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൗഭാഗ്യ അമ്മ. അപ്പോൾ ആ ഓർഡറിന് പായസം അങ്ങനെ കുറച്ച് വിഭവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പൂജയ്ക്ക് കണക്കാക്കിയിട്ട് നമ്മുടെ ഭവാനിയുടെ മകള് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമി ഒരുങ്ങിയിട്ട് സുന്ദരിയൊക്കെ ആയിട്ട് സൗഭാഗ്യമ്മയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൗഭാഗ്യമ്മ ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കഥ പറയുന്നുണ്ട്. എൻ്റെ 2 പേരക്കുട്ടികൾക്കും 2 പെൺകുട്ടികൾക്കും നമ്മളുടെ വീടിൻ്റെ അടയാളമായ ആ മാല ഞാൻ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇനി ആകെയുള്ളൊരടയാളം ഉണ്ടായിരുന്നത് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അതേ മാല നമ്മുടെ ഭൂമിയുടെ കഴുത്തിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവരുടെ ആ വീടിൻ്റെ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന ഒരു ലോക്കറ്റും ആ മാലയിലുണ്ട്. അപ്പോൾ ആ മാലയുടെ ലോക്കറ്റാണ് ഇവരുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. പക്ഷേ അത് അച്യുതൻ അവിടെ നിന്ന് അച്യുതൻ അത് ഭൂമിയുടെ കഴുത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ ഭൂമി ഈ ഓർഡറും കൊണ്ട് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളും കൊണ്ട് നമ്മുടെ സൗഭാഗ്യമ്മയുടെ വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പോൾ വീടിൻ്റെ മുൻഭാഗം കാണുമ്പോൾ ഭൂമി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. കാരണം ഭൂമിക്ക് നല്ല പരിചയമുള്ളൊരു വീട് പോലെ അത് തോന്നുന്നുണ്ട്. ആ വീടിൻ്റെ മുൻപിൽ ഭൂമി ഇങ്ങനെ നിന്നിട്ട് കുറേ നേരം ആ വീടിനെ വല്ലാതെ ഒന്ന് നോക്കി നിൽക്കും. കാരണം അവൾക്ക് ആ വീടും പരിസരമൊക്കെ വളരെ പരിചയമുള്ളതുപോലെ അവളുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്. കാരണം അവളെ ചെറുപ്പത്തിൽ 2.5 വയസ്സാകുമ്പോഴാണ് ആ വീട്ടിൽ നിന്നും അവർക്ക് അവളെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവൾ ആ വീടിൻ്റെ ഉള്ളിലോട്ട് മുറ്റത്തോട്ട് കയറി വരുമ്പോൾ നമ്മുടെ അജയ് അവിടെ നിൽക്കുന്നുണ്ട്. അജയ് ഭൂമിയെ കണ്ടിട്ട് അങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കും. കാരണം ഭൂമിയെ അന്ന് കാണാൻ അത്രയ്ക്കൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. കാരണം ഒരു നീല കളർ പട്ടുസാരിയൊക്കെ ഉടുത്തിട്ടാണ് ഭൂമി അങ്ങോട്ട് കയറി വരുന്നത്. ഭൂമിയുടെ കഴുത്തിൽ ആ വീടിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്ന അടയാളമായ മാലയും ലോക്കറ്റും അവളെ കഴുത്തിലുണ്ട്. പക്ഷെ അത് അജയ് കാണുന്നൊന്നുമില്ല. അങ്ങനെ അജയ് അവളെ കണ്ടിട്ട് ഇങ്ങനെ മതിമറന്ന് നിൽക്കുക എന്ന് പറയില്ലേ, അതായത് അവളുടെ സൗന്ദര്യവും അവളെ ആ ഒരു തേജസ്സും കണ്ടിട്ട് അജയ് മതിമറന്ന് നിൽക്കുന്നുണ്ട്. പിന്നെയാണ് അജയ്ക്ക് മനസ്സിലാവുന്നത് ഇവൾക്കൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ അന്നത്തെ ദിവസം വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ കൂട്ടത്തിൽ അജയ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ, അതായത് പണ്ട് കാണാതെ പോയ അപ്പച്ചിയെയും അഭിരാമിയെയും ഞാൻ തീർച്ചയായും കണ്ടുപിടിച്ചിരിക്കും. അതിനുള്ള അന്വേഷണമൊക്കെ ഞാൻ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭവാനിക്ക് ദേഷ്യവും വരുന്നുണ്ട്, കുറച്ച് ടെൻഷനും വരുന്നുണ്ട്. കാരണം ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയ്നൊക്കെ ഇപ്പോൾ ഭവാനിയുടെ മകളെയാണ് വിവാഹം ആലോചിച്ചിട്ടുള്ളത്. കൂടാതെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വകവരുത്തിയത് ഭവാനിയാണ്. അത് മറ്റാർക്കും അറിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ അന്നത്തെ ദിവസം നമ്മുടെ സത്യൻ അവിടെയുണ്ട്. ഭൂമിയുടെ, അതായത് അഭിരാമിയുടെ യഥാർത്ഥ അച്ഛൻ അവിടെയുണ്ട്. അപ്പോൾ ആ ദിവസം അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് ഭൂമി വരുന്നുണ്ട്. അപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിലാണ് വെച്ചെങ്കിൽ ഇയാളുടെ മകൾ, അതായത് ഭൂമിയുടെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ, 2.5 വയസ്സിൽ അവൾ നഷ്ടപ്പെടുമ്പോൾ ആ ഫോട്ടോയും വലുതാക്കിയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഭൂമി ഇങ്ങനെ നിൽക്കും. ഇത് നല്ല, അതായത് അവൾക്ക് അവളെ മനസ്സിലാവുന്നില്ല. അവൾ അത്രയും ചെറുപ്പത്തിലുള്ള അവളെ ഫോട്ടോസും ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷെ അവൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ സത്യൻ അവളോട് പറയുന്നുണ്ട്, ഇതെൻ്റെ നഷ്ടപ്പെട്ടു പോയ മകളാണ്, എനിക്ക് 2.5 വയസ്സിൽ അവളെ നഷ്ടപ്പെട്ടു, എനിക്ക് നിന്നെ കാണുമ്പോൾ എൻ്റെ മകളെ ഓർമ്മ വരുന്നുണ്ട്, ഏകദേശം നിൻ്റെ പ്രായം തന്നെയാണ് അവൾക്കും, ഇപ്പോൾ അവളുണ്ടായിരുന്നെങ്കിൽ ഏകദേശം നിന്നെപ്പോലെ അല്ലെങ്കിൽ നിൻ്റെ പ്രായത്തോട് തുല്യമായതിനെ ആയതിന് ആവുമായിരുന്നു എന്നൊക്കെ സത്യൻ പറയുന്നുണ്ട്. സത്യനും പിന്നെ അതുപോലെ സൗഭാഗ്യാമ്മയൊക്കെ അവളോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്. കാരണം മുതിർന്നവരോടൊക്കെ നല്ല ഭയഭക്തി ബഹുമാനത്തിലാണ് ഭൂമി പെരുമാറുക. കൂടാതെ സൗഭാഗ്യാമ്മയുടെ കാല് തൊട്ട് നെറുകിൽ വെച്ചിട്ട് ഒക്കെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് ഭൂമി. ആ സമയത്ത് ഭൂമിയുടെ കഴുത്തിലെ മാല, ആ ലോക്കറ്റുള്ള മാല പുറത്തേക്ക് വീഴുന്നുണ്ട്. പക്ഷെ അതാരും കാണുന്നില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ കഥ പെട്ടെന്ന് തീരുമല്ലോ. അപ്പം അതുകൊണ്ട് അതാരും കാണുന്നില്ല. കൂടാതെ അവിടെ പൂജയും കാര്യമൊക്കെ നടക്കുന്നുണ്ട്. വിശേഷാൽ പൂജകളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്തും നമ്മുടെ അച്യുതനും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അച്യുതൻ അവിടെ വന്ന സമയത്ത് ഭവാനിയും അച്യുതനും കണ്ടില്ല എന്നുള്ളൊരവസ്ഥയിലാവുന്നുണ്ട്. അങ്ങനെ അച്യുതൻ ഭവാനിയെ കണ്ട പാടെ ഒളിക്കാൻ ശ്രമിക്കും. ഭവാനി ഇവനെ അച്യുതൻ അന്വേഷിച്ച് ആ വീട് മൊത്തം നടക്കുന്നതൊക്കെ ഉണ്ട്. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അജയൻ്റെ മുറപ്പെണ്ണുങ്ങളായ ഭൂമിയും അതുപോലെ അഞ്ജനയും, ഇവർ രണ്ടുപേരും ആ വീട്ടിൽ വെച്ചിട്ട് ആ വിശേഷ ദിവസം ഏറ്റുമുട്ടുന്നുണ്ട്. ശരിക്കും അതുപോലെ അച്യുതൻ ഭവാനി എന്ന് കാണുമ്പോൾ പൂജയ്ക്കിടയിലാണ് അച്യുതൻ ഭവാനിയെ കാണുന്നത്. പക്ഷെ ഭവാനി തിരിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അച്യുതനത് മനസ്സിലായി, ഇവരുടെ വീടാണെന്ന് മനസ്സിലായി. അച്യുതൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്തും ഭവാനിയും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ അഭിരാമിയെക്കുറിച്ച്, അതായത് ഭൂമിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കാണുന്നൊക്കെ ഉണ്ട്. അതായത് ഭൂമിയെ. അപ്പോൾ അതൊക്കെ അച്യുതൻ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്, ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ. അതിനുശേഷം ആണ് അച്യുതനെ ഭവാനി കാണുന്നത് പോലെ ഭവാനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് അച്യുതൻ അവിടെ കയറി ഒളിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഒരു റൂമിൽ കയറി ഒളിക്കുന്നൊക്കെ ഉണ്ട്. അച്യുതനെ കാണാതെ അന്വേഷിച്ച് നടക്കുന്ന ഭൂമിയൊക്കെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ്. വളരെ മനോഹരമായ സീനാണ്. കാരണം ഭൂമിയും അജയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയൊക്കെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയുണ്ടാവും ഭൂമി അജയ് കോമ്പിനേഷൻ സീൻസ് എന്നൊക്കെ. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.